ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ആ അമേരിക്ക ലോകത്തെ 90-ലധികം രാജ്യങ്ങൾക്ക് വലിയ തീരുവ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തീരുവ കൊണ്ട് ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത് ട്രംപിന്റെ സ്വന്തം നാട്ടുകാരാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അധികവും. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിലവിൽ അമേരിക്കൻ പൗരന്മാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ അഥവാ ഗ്രോസറി, നമ്മുടെ പലചരക്ക് സാധനങ്ങളുടെ വില വലിയ രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്നു. പണപ്പെരുപ്പം കുറയ്ക്കുമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നും പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപിന് ഇത് രണ്ടും സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, താരിഫ് ഉയർത്തിയതിലൂടെ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയിൽ വരുന്ന സാധനങ്ങളുടെ ശരാശരി, അതായത് വിവിധ രാജ്യങ്ങൾക്ക് ചുമത്തിയ താരിഫുകളുടെ ഒരു ശരാശരി എടുത്താൽ ഏതാണ്ട് 18.3% താരിഫാണ് ഇപ്പോൾ ഉള്ളത്. അതായത് $100 ഒരു സാധനം വാങ്ങിയിരുന്ന ഒരു അമേരിക്കൻ പൗരൻ ഇപ്പോൾ $118.3 അതിന് നൽകേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മാസ ചെലവ് ശരാശരി $2400 ഒരു കുടുംബത്തിന് ഉണ്ടാകും, അധികമായി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ GDP-യിൽ ഇത് 0.5% ഇടിവും രേഖപ്പെടുത്തും. മുഖ്യധാര മാധ്യമങ്ങൾ അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ പകുതിയിലേറെ പേരും ഈ വിലക്കയറ്റത്തിൽ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. മുട്ട, ബീഫ്, ഓറഞ്ച് ജ്യൂസ്, അതുപോലെ ടിന്നിൽ അടച്ച ഫുഡുകൾ, ഇവയ്ക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് വർദ്ധിക്കാനുള്ള സാധ്യതകളും വളരെയധികം കൂടുന്നുണ്ട്. കാരണം അമേരിക്കയിൽ പല ഉൽപ്പന്നങ്ങളും ഇല്ല, ഇറക്കുമതി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ താരിഫ് മുമ്പോട്ട് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ താരിഫ് മൂലം വലയുന്നത് ജനങ്ങളാണ്. ഇപ്പോൾ ജനങ്ങൾ ചെയ്യുന്നത് ഷോപ്പുകളിൽ പോയി പഴയ സ്റ്റോക്കുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്. പുതിയതായി, അതായത് ആഗസ്റ്റ് 7-ന് ശേഷം, ഈ താരിഫ് നിലവിൽ വന്നതിന് ശേഷമുള്ള സാധനങ്ങൾക്ക് ചെറിയ പാക്കറ്റുകളാണ് വാങ്ങുന്നത്. മുൻപൊക്കെ വലിയ പാക്കറ്റുകൾ തന്നെ വാങ്ങിയിരുന്നവർ ഇപ്പോൾ വളരെ ചെറിയ പാക്കറ്റുകളാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് പലരും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് രൂക്ഷമായ ഒരു വിലക്കയറ്റത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതായാലും ട്രംപിന്റെ ധാർഷ്ട്യം ഒരു രാജ്യത്തെ എങ്ങനെയാണ് വട്ടം കറക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.